ഇത്രയധികം കോൺഗ്രസ്സുകാർക്ക് കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പിതാവ് പോയപ്പോൾ പോലും എന്റെ പിതാവിനെ ഇതേമാതിരി ശിക്ക പറഞ്ഞില്ല. അന്ന് ഞാൻ കോൺഗ്രസിൽ തന്നെ ഉറച്ചിരുന്ന ഒരാളാണ്. കാരണം ഞാൻ ജനിച്ചു തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസ്സുകാരായിട്ട് ജീവിച്ച ആളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായി ഞാൻ പാർട്ടിയായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു. കാരണം ഇലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് 2 പ്രാവശ്യം ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലാത്തതുകൊണ്ട് അത് താഴെത്തട്ടിലെ ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം KPCയിൽ പരാതി കൊടുത്തു. അതെല്ലാം അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഇത് വന്നപ്പോൾ ഞാൻ വെക്കരുത്, ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാമത് എന്റെ ആരെയും വെക്കണ്ട, രണ്ടാമതൊരാളുടെ പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു എന്റെ വീട്ടിന് തൊട്ടടുത്ത്. എനിക്ക് എന്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാക്കി. ഞാൻ 3 കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ്. അന്ന് എന്റെ അടുത്ത് പറഞ്ഞു അച്ഛന്റെ പേരിൽ സ്മാരകം പണിതു തരാം 1 കൊല്ലത്തിനുള്ളിൽ. അപ്പൊ വീണ്ടും ഒരു പ്രത്യാശയില് ഞാൻ ഇതിൽ ഉറച്ചു നിന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല. ഞാൻ പലപ്പോഴും അച്ഛനു വേണ്ടി പിരിവിനിറങ്ങുമ്പോൾ വേറെ ഏതെങ്കിലും പിരിവും കൊണ്ട് പാർട്ടി വരും. അപ്പൊ ഇത് താഴ്ത്തി ഇത്രയും കാലമായിട്ട് ഒരു ദിവസം ഞാൻ KPC പ്രസിഡന്റിന്റെ മുമ്പിൽ ഇത് പൊട്ടിക്കരഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കാം. അത് കഴിഞ്ഞപ്പോ അവര് ഇപ്പൊ പറയാമെന്ന് പറഞ്ഞിട്ടും പല DCCകളും നിരാകരിച്ചു. ഞങ്ങൾക്കിപ്പോ സമയമില്ല ഇല്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അവമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനം എടുത്തു, ഇനി ഞാൻ പാർട്ടിയിൽ നിർത്തില്ല എന്നാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലങ്ങളായി ഞാൻ BJP എന്തുകൊണ്ട് BJP എന്ന് എന്നോട് പലരും ചോദിച്ചു. കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അതുവരെ എന്തുകൊണ്ട് പത്മജ എന്നാണ് അവര്. കാരണം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടിയിൽ ഉറച്ചിരുന്ന ആളായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വേദനിക്കുന്ന വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞെന്ന് തോന്നുന്നു. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചു കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്കിഷ്ടം തോന്നിയത്. ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള ഒരു നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാല് ഞാനിന്ന് ആലോചിച്ചു, ഞാൻ ആരെയാ കണ്ടത്? ആരുമില്ല, ആർക്കും സമയമില്ല. മാഡം സോണിയാജി ആണെങ്കിൽ അവര് ആരും കാണുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് സമയമില്ല. പിന്നെ നേതാക്കളില്ല, എല്ലാവരും പോയല്ലോ. ഞാൻ പോയ മാതിരി തന്നെ തിരിച്ചിട്ട് പോകും. അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, അവമാനിക്കപ്പെടുക. ദിവസം ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിൽ എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല. എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് 4-5 പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കി എടുത്തു പലരും. അതെല്ലാം എന്നെ വേദനിപ്പിച്ചു. അപ്പൊ കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ അത് ആരോട് പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പൊ പെട്ടെന്നായപ്പോ അവരും ഞെട്ടി. കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ആളെ മുട്ടിയെ ചേരയും കടിക്കൂട്ടാ, ഞാൻ എനിക്ക് പാമ്പും മൂർഖനൊന്നും അല്ലാന്നല്ലേ നിങ്ങൾ പറയണത്, ഞാൻ വെറും ചേരയാണ്. പക്ഷെ ഇടയിൽ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി. എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പോ പ്രസിഡന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനല്ല പറഞ്ഞു, എന്റെ അമ്മേനെ പറഞ്ഞു. ഞാൻ കരുണാകരന്റെ മകളല്ലാന്ന്. അതിന്റെ അർത്ഥം എന്റെ അമ്മേനല്ലേ ഇവര് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തു. പിന്നെ എന്നെ വഴി തടയും അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പറയാം, ജീവിതത്തില് എന്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട്. ഞാൻ രാജകേസ് സമയത്ത് ഇതാണ്ട് ഒളിവേലിൽ പോയിട്ട് എന്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് TV-യിലിരുന്ന നേതാവായതാണ്. അങ്ങനെ ഒരാള് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും ഇതാക്കുന്നത്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ 10 ദിവസം കിടന്നതെന്നും എന്താ അതിന്റെ പിന്നത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഒന്നും വേണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ വിചാരിച്ചതാണ്. കാരണം എന്റെ സ്വഭാവം അതല്ല. പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു, ഇനി എന്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ 2-3 ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണതല്ല നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ അവകാശമില്ല. പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ല, ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കില്ല. കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും
ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഞാൻ എന്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എന്റെ രക്താണെന്ന് എനിക്കറിയാം. അപ്പം ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയവും വ്യക്തി ജീവിതം വേറെ വേറെ കാണും. എന്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ്. എന്നെ വെറുതെ വിട്ടേക്കുക. ഞാൻ ഇവര് പറയുന്നത് കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണം. എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ട് തന്നെ കേട്ടതാ. ഞാൻ കരിങ്കാലിയുടെ മകള്, ചെറുപ്പത്തില് കൊലയാളിയുടെ മകള്, ഇതൊക്കെ കേട്ട് വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ പറയുന്നവര് പറഞ്ഞ് അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നുള്ളൂ. എനിക്കൊരു പ്രശ്നമില്ല എന്ന് അവരോട് പ്രത്യേകം പറയണം. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വാക്കുണ്ട്, മാനിഷാദ. നമ്മള് പറഞ്ഞില്ലേ, കാട്ടാള പരാക്രമ സ്ത്രീകളിലല്ല വേണ്ടത്. അതുകൊണ്ട് പെണ്ണുങ്ങൾ വെറുതെ വിട്ടേ. Ma'am, for the English channels, can you just brief us in English, please? No? Yes, ma'am. Yeah, I have given yesterday. Here, please. After this? Here, it's fine. Okay. Now, you just brief us what you told them in Malayalam. Everything. Sorry. In short, just for the English, please. After. I'll give you a bite from there. രണ്ട് ബന്ധുക്കളല്ല, അതും നമ്മുടെ കുടുംബം. ഇതെന്റെ കുടുംബം. മാരാർജി എല്ലാ മാസം എന്ന് പറഞ്ഞ എന്റെ അച്ഛനെ കാണാൻ വീട്ടിൽ വരാറുണ്ട്. അവരടുത്ത ബന്ധുക്കളാണ്.